പള്ളിയിലാണെങ്കിൽ കുർബാന നടക്കും, അമ്പലങ്ങളിലാണെങ്കിൽ ദീപാരാധനയാണ്, മുസ്ലിം പള്ളികളിലാണെങ്കിൽ ബാങ്ക് വിളിച്ച് അവർ നമസ്കരിക്കും. അത് ചെയ്യേണ്ട സമയമാണ്. ആ സമയത്ത് എന്തിനധികം ഒരു മീൻ വെട്ടാനും കൂടി പാടില്ല. നമ്മുടെ പ്രാർത്ഥന പോലെ ഇരിക്കും എല്ലാത്തിൻ്റെയും. ദശാകാലങ്ങൾ, അതായത് ഒരു മാറ്റം, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ളൊരു മാറ്റം, അത് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിരിക്കും. അതിനെപ്പറ്റി എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഇത്രയും നക്ഷത്രങ്ങൾ അത്രയും നക്ഷത്രങ്ങളുടെ ജനിക്കും, ഓരോ നക്ഷത്രത്തിലും ഒരു ആള് ജനിക്കും. ഒരേ ദിവസം തന്നെ ഒരേ നക്ഷത്രത്തിൽ കുറെ സ്ഥലത്ത് ജനനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ഒരു നക്ഷത്രം വിശാഖമാണെന്ന് വിചാരിക്കാം. വിശാഖം നക്ഷത്രത്തിന് അല്ലെങ്കിൽ അശ്വതി ആദ്യത്തെ നക്ഷത്രം അശ്വതി. അപ്പൊ അശ്വതി നക്ഷത്രം വരുന്നത് കേതൂർ ദശയിൽ ജനിക്കുന്നു. അതിന്റെ കാലാവധി കുറച്ച് ആ ജനനത്തിന്റെ ആ ദശ കേതൂർ ദശയാണ്. കേതൂർ ദശയിൽ കുറച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ബാലാരിഷ്ടതകൾ ഇങ്ങനെയൊക്കെ പറയും. വീഴുക, പൊട്ടുക, ഒടിയുക, അങ്ങനെയൊക്കെ എപ്പോഴും തട്ടിമുട്ടിയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥ. മുറിവ്, കൈ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും എടുത്തൊന്നും ഇങ്ങനെ, അപ്പൊ ഒരു ചെറിയൊരു മുറിവുകൾ വരിക, പിന്നെ വീണ് മുറിവുകൾ വരിക, ചോര വരിക, അങ്ങനെയൊക്കെയുള്ള രക്തം, അങ്ങനെയുള്ള ഒരു അവസ്ഥകളുണ്ട്. അത് കഴിഞ്ഞാൽ അത് ചിലപ്പം പകുതിയായിരിക്കും, ആ ദശാകാലത്തിന്റെ പകുതിയായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ നാലിലൊരു ഭാഗമായിരിക്കും, മുക്കാലായിരിക്കും. അപ്പൊ അതിന് 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം എന്നൊക്കെ പറയും. അപ്പോൾ ആ ദശാകാലം കേതു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ശുക്രദശ. അപ്പൊ ശുക്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദിത്യദശ. ഇങ്ങനെ ദശാകാലങ്ങൾ ഇങ്ങനെ പോവാണ്. അപ്പൊ ഈ ശുക്രൻ നല്ല സ്ഥാനത്താണ് നിൽക്കണമെങ്കിൽ നല്ല സമയം. കേതു ഏത് സമയത്ത് എവിടെ നിന്നാലും ചെറിയ പ്രതിസന്ധികൾ കേതു ഉണ്ടാക്കും. അപ്പൊ നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കുക. കുറെ ഈശ്വര പ്രാർത്ഥനകളാണ് ഏറ്റവും അധികം. അതില് കുറച്ച് ഈശ്വര വഴിപാടുകൾ എന്ന് പറയും, പരിഹാരങ്ങൾ. ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യകത പ്രാർത്ഥന തന്നെയാണ്. ഇഷ്ടദേവതേനെ പ്രാർത്ഥിക്കാം, പരദേവതേനെ പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് അങ്ങനെ ആ ദശാകാലത്തെ നമ്മൾ തരണം ചെയ്യുമ്പോൾ അടുത്ത ദശാകാലം അവിടെയും ശുക്രദശയാണ്. ആ ശുക്രൻ നല്ല സ്ഥാനത്താണെങ്കിൽ നല്ല ഫലം ചെയ്യും. ശുക്രദശയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് കഴിയുമ്പോൾ വരുന്നത് ഇത്ര കാലയളവ് കഴിയുമ്പോൾ ആദിത്യദശ. ആദിത്യനും നല്ല സ്ഥാനത്ത് നിന്നാലേ നല്ല ഫലമുള്ളൂ. ആദിത്യനോട് കൂടി മറ്റ് ഗ്രഹാദികൾ ചേർന്ന് നിൽക്കുകയാണെങ്കിലും അതിന് കുറവ് വരും. ആദിത്യന്റെ ഫലത്തിന് ഒരു മങ്ങൽ വരും. മനസ്സിലായി. അപ്പൊ മൗഢ്യം എന്ന് പറയും, അങ്ങനെ വരും. എത്ര തന്നെ കണ്ട് ബുദ്ധിമുട്ടിയാലും അവിടെ ആ പെർസെൻറ്റേജ് കുറയും. മനസ്സിലായി. എന്നാൽ ഫലം കാണിക്കും എങ്കിൽ പോലും കുറച്ച് കുറവ് വരും, ഒരു മങ്ങല്. നല്ല വെയിലല്ലാത്തൊരു മൂടൽ വരുമ്പോൾ ഉണ്ടാകുന്ന. അപ്പൊ ആ ദശാകാലങ്ങള് എല്ലാ ദശാകാലങ്ങളൊന്നും എല്ലാവർക്കും കിട്ടില്ല. അപ്പോൾ വ്യാഴദശ കിട്ടിയാൽ ചിലവർക്ക് ശുക്രദശ ഏറ്റവും ലാസ്റ്റ്. അപ്പൊ വ്യാഴദശയിൽ ജനിക്കുന്ന ഒരാൾക്ക് പിന്നെ ശുക്രദശ ഏകദേശം ഒരു 58 വയസ്സ് 60 വയസ്സൊക്കെ ആകുമ്പോഴാണ്, 54 വയസ്സ് 60, അങ്ങനെ 55. ഈ ദശ എത്ര കാലം നിന്നോ, അത് നല്ലൊരു ഭാഗമാണോ, പകുതിയാണോ, മുക്കാലാണോ, അതനുസരിച്ച് അതിന്റെ ആധിക്യം ഇത്ര വയസ്സ് മുതൽ. ഇപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ അമ്മ, അതായത് ദശാസന്ധി, അതായത് ദശാകാലങ്ങളില് ദശാസന്ധി എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് എങ്ങനെയാണ്? അതിന് സന്ധി എന്ന് പറയുമ്പോൾ ഈ ഒരു ദശ മാറി മറ്റ് ദശയിലേക്ക് കടക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ഇത് അങ്ങോട്ട് പോയി അത് ഇങ്ങോട്ട് കയറുന്ന അതിന് സന്ധി എന്ന് പറയും. ആ സന്ധിയില് നമുക്ക് ശത്രുമിത്രങ്ങൾ ഉണ്ടാവുകയെ നക്ഷത്രങ്ങളില്. അപ്പോൾ ആ നമുക്ക് എതിരായിട്ട് വരുന്നതാണെങ്കിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാവും. മനസ്സിലായി. ആ സന്ധികളിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ദശാസന്ധി വരുന്ന സമയങ്ങളിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ മംഗല്യമൊക്കെ നോക്കുകയാണെങ്കിൽ ദശാസന്ധി വരുന്നുണ്ടോ എന്ന് നോക്കും. അതായത് അടുപ്പിച്ച് ദശാസന്ധി വരുന്നുണ്ടോ എന്ന് നോക്കും. അപ്പൊ അത് ഭാര്യ ഭർത്തൃ ജീവിതത്തിന് ദുരിതങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കും. അതാണ് ആ സന്ധിയുടെ കാര്യം.
ഒരുപാട് വർഷം വരുന്നത് ശുക്രന് മാത്രമേ ഉള്ളൂ. രാഹുവിനൊക്കെ എന്ന് പറഞ്ഞാൽ 18 കൊല്ലം, ശനി 19 കൊല്ലം, അത്രയാണ്. ഏറ്റവും കൂടുതൽ വർഷം വരുന്നത് ശുക്രനാണ്. അതായത് ഈ 18 കൊല്ലം എന്ന് പറഞ്ഞ 18 കൊല്ലവും ആ ഒരു കാലഘട്ടമായിരിക്കുമോ? ഇല്ല, ഒരേ കാലഘട്ടമില്ല. അതിൽ വരുന്ന അപഹാരഘട്ടങ്ങളുണ്ട്. അപഹാരം എന്ന് പറയുന്നത് ഇപ്പം വ്യാഴത്തിന്റെ തന്നെ അപഹാരം ഉണ്ടാവും. അപ്പൊ മൊത്തം അതിനെ ഡിവൈഡ് ചെയ്ത് വരുന്ന ഒരു അംശം. അപ്പൊ BAക്ക് എന്താ എടുത്ത് അതിന്റെ സബ് എന്താന്ന് ചോദിക്കണ പോലെ, ഇപ്പൊ ഹിസ്റ്ററി ആണെങ്കിൽ അതിന് സബ് എന്തെങ്കിലും ഇരിക്കണ പോലെ ഈ സബ് വരും, ഒരു ലേശം വരും, കുറച്ച്. അത് ആ കുറച്ച് ഒരു വർഷം, 2 മാസം 3 മാസം, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത എടുക്കും. അങ്ങനെ ഓരോന്നിന്റെയും വരും. അതായത് ഈ ഒരു കാലഘട്ടത്തില് അപഹാരഘട്ടത്തില് എല്ലാത്തിന്റെയും കുറേശ്ശെ അപഹാരഘട്ടം വന്ന് ഒരു ദശാകാലം പൂർത്തീകരിക്കണം. അങ്ങനെ വരുമ്പോൾ ആ സന്ധി ഇതങ്ങോട്ട് അവസാനിക്കുന്ന സന്ധിയിൽ മറ്റത് കയറി വരുന്ന ആ സന്ധി നമ്മൾ ഒന്നിനും ഉപയോഗിക്കാറില്ല. ആ ഒരു സമയത്ത് അത് നമ്മളാരും അറിയുന്നില്ല. ഓ അത് ശരി, മനസ്സിലായി. എന്റെ അറിവിൽ തന്നെ അതാണ് ത്രിസന്ധ്യ എന്ന് പറയണേ. പകല് മറിഞ്ഞ് രാത്രി കയറി വരുന്ന സമയം. അപ്പൊ ആ സമയത്ത് അത്ര ഹനുമാൻ ലങ്കയിൽ ചെന്ന് കയറിയത് ത്രിസന്ധ്യ നേരത്ത്. അപ്പൊ അതിന്റെ അനന്തരഫലം ലങ്കയുടെ നാശം. അതായത് ത്രിസന്ധ്യ നേരത്ത് നമ്മള് വാതിൽപ്പടിയിലൊക്കെ നിൽക്കരുത്. അത് ആ വാതിൽപ്പടിയിൽ വെച്ചാണ് നരസിംഹ ഹിരണ്യകശിപുവിനെ വധിക്കുന്നത്. അപ്പൊ അതൊരു നല്ലതല്ലല്ലോ. അപ്പൊ ആ സമയത്ത് ഒരു മംഗല്യം ഉപരി ഒരു പെണ്ണ് കാണൽ ചടങ്ങ് പോലും, ഒരു മോതിരം മാറൽ തുടങ്ങി ഒറ്റ കാര്യം പോലും ചെയ്യാൻ പാടില്ല. ആ സന്ധ്യാ നേരത്ത് ഏത് വീട്ടുകളിലും ദീപാരാധന, അല്ല വിളക്ക് വെക്കൽ, ഈശ്വരനെ വിളിക്കൽ, പ്രാർത്ഥിക്കൽ. അപ്പൊ ദേവാലയങ്ങളിലാണെങ്കിലും ആ നേരത്ത്, പള്ളിയിലാണെങ്കിൽ കുർബാന അടക്കം, അമ്പലങ്ങളിലാണെങ്കിൽ ദീപാരാധനയാണ്, മുസ്ലിം പള്ളികളിലാണെങ്കിൽ ബാങ്ക് വിളിച്ച് അവർ നമസ്കരിക്കും. അത് ചെയ്യേണ്ട സമയമാണ്. ആ സമയത്ത് എന്തിനധികം ഒരു മീൻ വെട്ടാനും കൂടി പാടില്ല. മനസ്സിലായി? അപ്പോ നമ്മളെ കർമ്മങ്ങളൊന്നും പാടില്ല. കിച്ചണിലുള്ള പണികൾ പോലും ആ സമയത്ത് ശരിക്കും പാടില്ല. അതുപോലെ തന്നെയാണ് ഈ ദശാസന്ധി. ആ സന്ധി സമയത്ത് ഒരു നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യരുത്. ഈശ്വരനെ നന്നായി വിളിക്കുക, പ്രാർത്ഥിക്കുക, ദേവാലയ ദർശനം നടത്തുക, ദേവാലയത്തിൽ എന്തെങ്കിലും വഴിപാടുകൾ ഉണ്ടെങ്കിൽ ചെയ്യുക, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എത്ര ഇത് നമ്മുടെ പ്രാർത്ഥന പോലെ ഇരിക്കും എല്ലാത്തിൻ്റെയും. ഉള്ളിൽ എന്താ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണെന്ന് ചോദിക്കില്ല. പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ഫലമുണ്ട്, നല്ല ഫലമുണ്ട്. അപ്പം അതാണ് രാമഭക്തനായ ഹനുമാന്റെ ബലം. എപ്പോഴും റാം റാം റാം, ഓരോ രോമങ്ങളിലൊക്കെയും അദ്ദേഹത്തിന് റാം, ഈ ഓരോ രോമത്തിലും രാമാണ്. മനസ്സിലായി? റാം എന്നുള്ളതാ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല. പവർ കൂടുതലാണ്, ശക്തിയാണ്. അപ്പൊ നമ്മളാ പ്രാർത്ഥനയ്ക്ക് നല്ല ഫലമുണ്ട്. ഞാൻ എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എപ്പം നോക്കിയാലും പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ അതിൻ്റെതായ ഫലമുണ്ട്. അപ്പൊ പിന്നെ പ്രാർത്ഥിച്ചാ എന്താ, നമ്മൾ ഏത് സന്ധിയിലും ഏത് ആപത്തുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ ശരിക്കും കിട്ടും. പ്രൊട്ടക്ഷൻ. ഏതെങ്കിലും വലിയ ദുരന്തങ്ങൾ വരാനുള്ളതാണെന്നുണ്ടെങ്കിൽ അത് വഴി മാറി പോവുകയും ചെയ്യും. എൻ്റെ തന്നെ ഒരു കസ്റ്റമർ ഉണ്ട്, ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോയ. അവർ പോകുമ്പോ എന്നോട് എന്തെങ്കിലും ഒരു രക്ഷ. അപ്പം നമ്മളൊരു നാരായണ കവചം എടുത്തു കൊടുത്തേ. ഈ നാരായണ കവചം കൊണ്ടുപോയിട്ട് പഠിച്ച് ബൈഹാർട്ടാക്കി പഠിച്ചോളാൻ പറഞ്ഞു, ചൊല്ലിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പഠിക്കാൻ പോയ കുട്ടിയാ ആ കുട്ടി. അപ്പോൾ പഠിക്കാൻ പോയപ്പോൾ അവിടെ ഓഫീസിൽ നിന്ന് സ്കൂളിൽ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ രണ്ട് അവിടുത്തെ ആൾക്കാരില്ലേ നീങ്ങളും, അവര് മുമ്പേ വരുന്നുണ്ട്. അപ്പം മുമ്പേ ഒരു കുട്ടി പോയി, അതിനൊരു അബദ്ധമൊന്നും ഉണ്ടായില്ല. 2 നീഗ്രോകൾ ഇങ്ങോട്ട് കടന്നു വരുന്നത്. പിന്നെ ഒരു കുട്ടി വന്നില്ലേ, അത് ഭയങ്കര ഒച്ചപ്പാടും ബഹളും. പിന്നെ ഒരു കുട്ടി വരും. അപ്പൊ ഈ കുട്ടി തിരിഞ്ഞു നോക്കി. അപ്പൊ അവിടെ നീഗ്രോകൾ പിടിച്ച് അതിനെ ആക്രമിക്കുകയാണ്. അപ്പൊ അത് പോലീസ് കേസായിന്ന്.
അപ്പോൾ എന്താ അതിനെ അതൊന്നും ചെയ്തില്ല, പോലീസ് ചോദിച്ചെന്ന് അവിടുത്തെ. അതിന് മുമ്പേ ഒരാൾ പോയില്ല, അതിന്റെ മുമ്പിലും പുറകിലും ഒരു വാള് പിടിച്ചിട്ട് ഒരാളുണ്ടായിരുന്നു. ഒരു ചുമന്ന മുണ്ട ഇതൊക്കെ കൊടുത്തിട്ട് ഒരു വാളും പിടിച്ചിട്ട് മുമ്പിലും പുറകിലും ഒരാളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ വശത്തോട്ട് നോക്കിയില്ല. അപ്പൊ അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്, മറ്റേതിന് പ്രൊട്ടക്ഷൻ ഉണ്ടായില്ല. അതൊരു ഉദാഹരണം അല്ല കേട്ടോ, നടന്നതാ. മനസ്സിലായി? ഇത് സംഭവമാണ്, വിളിച്ചറിയിച്ചത് തന്നെ. ഇങ്ങനെ ഉണ്ടായി, ആ നാരായണ കവചം കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടായി. അപ്പൊ നമുക്കൊരു കവചം ഉണ്ടാവും, ഈശ്വര കവചം. അത് ആരെയാവാം, ഏത് റിലീജിയനിലും ഈശ്വര കവചം ആവശ്യമാണ്, ഒരു പ്രൊട്ടക്ഷൻ. മെഡിറ്റേഷനിലായാലും ഈശ്വര കവചമുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോ നല്ല, അതായത് ഇങ്ങനത്തെ ഉള്ള സന്ധി കാലഘട്ടങ്ങളിലും പ്രതിസന്ധി കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥന, ശക്തമായ പ്രാർത്ഥനയുണ്ടെങ്കിൽ നമുക്ക് നമ്മളിലേക്ക് വരുന്ന അധമശക്തികളെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു പ്രാർത്ഥനയിലൂടെ അങ്ങനെ ഒരു സംരക്ഷണം എല്ലാവർക്കും ലഭിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലേ അമ്മ? ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.